ഹലോ ഗൈസ്, ദിസ് മീൻ ശ്രീ. ഞാൻ എന്നുള്ളത് വളർന്നിടക്കത്താണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ എന്നുള്ളത് അച്ഛൻ്റെ നാട്ടിലാണ്. ഇവിടെ നടു റോഡും പിന്നെ അപ്പുറത്ത് ഫോറസ്റ്റും അതേപോലെ റബ്ബർ തോട്ടം അതെല്ലാം ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഫുള്ള് മരവും അതേപോലെ റബ്ബർ തോട്ടവും അങ്ങനെ നടുവിൽ റോഡാണ് ഗൈസ്. ഇത് അപ്പുറത്ത് റബ്ബർ തോട്ടം പിന്നെ നടുവിൽ റോഡാണ്. ഇവിടെ കുറേ മരമെല്ലാം കൊത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ മരമെല്ലാം കൊത്തിന്. ഇവിടെ ഇപ്പുറത്തെ സൈഡ് കുറേ മരമെല്ലാം ഉണ്ടായി മുമ്പ്. ഇപ്പം എല്ലാം ഒന്നും ഇല്ല. അതിപ്പോൾ എല്ലാം കൊത്തിനത്. ഇപ്പോൾ ഈ സൈഡ് മരമെല്ലാം ഉണ്ടായി മുമ്പ്. ഇപ്പം എല്ലാം കൊത്തിന്. അത് അന്ന് വരുമ്പോൾ മരമെല്ലാം ഉണ്ട്. ഇപ്പം ഒന്നും ഇല്ല. ഫോറസ്റ്റ് ആരെല്ലാം കൊത്തിനില്ല. ഇവിടെ രാവിലെ വരെ രാവിലെ വന്നിട്ട് നോക്കാൻ നല്ല ഇതുണ്ട്, വ്യൂ ഉണ്ടായി. ഇവിടെ നല്ലൊരു മജയുണ്ട് ഇവിടെ രാവിലെ കാണാൻ. ഇവിടെ ഫുള്ള് ഫോറസ്റ്റിലെ കൊത്തിന്. ഇവിടെ അന്ന് ഒരു മരമെല്ലാം ഉണ്ട്. അത് ഫുള്ള് കൊത്തി. എല്ലാം ഇവിടെ മരവിച്ചിട്ടുണ്ട്. അതെല്ലാം കൊത്തി. ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ അവിടെ എല്ലാം കൊത്തിട്ട് ലെവേലാക്കിനാടെ. പിന്നീട് എല്ലാം മഗോണിമാർ, ഫുള്ള് മഗോണിമാർ. ഇവിടുന്ന് തൊട്ട് അങ്ങോളം മഗോണിമാരുള്ളത്. റോഡും സൈഡ് ഫുള്ള് മഗോണിമാർ, വലിയ മഗോണിമാരാണ് അവിടെ. എനിക്ക് ഫ്രണ്ട് ക്യാമറ എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഓപ്ഷൻ ഇല്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ മാത്രം ബാക്ക് ക്യാമറ എടുത്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് അപ്പുറത്തേക്ക് തോടും പൈശ്ശിനി തോട് പറഞ്ഞൊരു തോടുണ്ട് അപ്പുറത്ത്. കർണാടകം തൊട്ട് കിടന്ന് കർണാടകം സ്റ്റാർട്ട് ചെയ്ത് കാസർഗോഡിലാണ് അതിൻ്റെ എൻഡാണത്. വലിയ തോടാണത്. കാണിച്ചു തരാം നിങ്ങൾക്ക്. നടുവിൽ റോഡും അതിൻ്റെ ഇപ്പുറത്ത് ഫോറസ്റ്റും. രാവിലെ വന്നിട്ട് കാണാൻ നല്ല വ്യൂ ഉണ്ട്. ഇവിടെ വലിയ മരമാണ് കഴിച്ചത്. കുറേ വലിയ മരമാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ നൈറ്റ് ആയെങ്കിൽ ആരും പോക്കൊന്നുമില്ല. അങ്ങനെ ഇല്ലേ, കുറവ്. നൈറ്റ് ആയെങ്കിൽ ആരും പോകുന്നില്ല. വൈകിട്ട് 6 മണി കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അപ്പുറം പിന്നെ ആരും അങ്ങനെ പോകുന്നൊന്നുമില്ല. ലാസ്റ്റ് 6 മണിയാണ് ട്രാവലാക്കുന്നതിൽ ഈ റൂട്ടിൽ. വേറെ പിന്നെ ആരും പോകലൊന്നുമില്ല. രാത്രിയും കുറേ ശല്യം, കാട്ടി, ആന, അതേപോലെ എന്തെല്ലാം വന്യമൃഗത്തിൻ്റെ ശല്യമെല്ലാം ഉണ്ടാകുന്നുണ്ട് ഈ ഭാഗത്ത്. അതുകൊണ്ട് ആരും അങ്ങനെ പോക്കില്ല രാത്രി ഒന്നും. ഇത് ആ സൈഡ് തോട് കാണാം. ആ സൈഡ് അത് ഫുള്ള് തോടാണ്. തോട് കാണാം. തോട്ടിലിപ്പോൾ വെള്ളമില്ല, വെള്ളം കുറവ്. ഇവിടെ മഴ വന്നിട്ട് വെള്ളം കുറഞ്ഞിട്ടുണ്ട് അത്ര. അപ്പോൾ അങ്ങോട്ട് ആ ഭാഗത്ത് കുറേ നല്ല വെള്ളമുണ്ട്. അവിടെ കാണിച്ചു തരാം ഞങ്ങൾക്ക്. ഇവിടെ അത്ര വെള്ളമില്ല. ഇവിടെ കുറവ് വെള്ളം ഈ ഭാഗത്ത്. ഇവിടെ കുറച്ച് വെള്ളമുണ്ട്. ഇവിടെ കെട്ടുന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട് ഈ ഭാഗത്ത്. വലിയ ഫോറസ്റ്റാണ് വലുതാണ്. കുറേ വലിയ ഫോറസ്റ്റാണ് ഇത്. ഞാൻ ഫോറസ്റ്റിൻ്റെ നടുവിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഈ ഭാഗത്ത് ഒരു നടുവിൽ ഫോറസ്റ്റും അതിൻ്റെ നടുവിൽ ഒരു പുഴയും അതിൻ്റെ കുറച്ച് സൈഡിൽ പോയിട്ട് നടുവിലായിട്ട് റോഡും. കുറേ അങ്ങോട്ട് പോയി കുറച്ച് വീടും പീടിയ പിന്നെ ഭജന മന്ദിരം പിന്നെ അങ്ങോട്ട് പോയി കുറേ വീടുകളുണ്ട്. അങ്ങോട്ട് പോയെങ്കിൽ വലിയ ഫോറസ്റ്റാണ്. പുഴയൊക്കെ തന്നെ കാണിച്ചു തരുന്നത്. പുഴ കുറച്ച് ദൂരമേ ഉള്ളത് ഇവിടുന്ന്. കുറേ ആളുകൾ മീൻ പിടിക്കാനും അതേപോലെ കുറേ ആളുകൾ നീന്താനും കുറേ പിള്ളേർക്ക് നീന്താനൊക്കെ വരുന്നുണ്ട് ഇവിടെ. ഉച്ചയ്ക്ക് രാവിലെ വൈകിട്ട് കുറേ ആൾ ഇവിടുന്ന് മീൻ പിടിച്ചിട്ട് പോകുന്നു. കാണിച്ചിരാം ഞങ്ങൾക്ക്. സൗണ്ട് കേൾക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ. കാണിച്ചു തരാം ഞങ്ങൾക്ക്. കാണിച്ചു തരാം കഴിച്ച്. പുഴ വലിയ പുഴയാണിത്. പൈശ്ശിനി പുഴ എന്ന് പറയുന്നത്. പുഴയെത്തി ഇവിടെ കാണിച്ചു തരാം. ഇതാ
ഇതാണ് ഗൈസ് പൈശുവിന് പുഴ. പൈശുമായ ഇതാണ് ഗൈസ്. ഇതാണ് പൈശുവിന്. കർണാടകയിൽ നിന്ന് സ്റ്റാർട്ടായിട്ട് കാസർഗോഡിലെ ഉണ്ടാകുന്നത് ഇത്. എല്ലാം കൽക്ക് വെള്ളം തന്നെയല്ല. വെള്ളം നിറഞ്ഞിട്ട് കഴിച്ചു അത്ര എത്തുന്ന പറയണ അത്രേ. നല്ല മഴ വന്നാൽ നല്ല വെള്ളം എന്ന് പറയും. ഇത്ര മാത്രമല്ല, എൻ്റെ ഇടയിൽ നല്ലോണം മുട്ടോളം എന്ന് പറയുന്നത് വെള്ളം നിറഞ്ഞിട്ട് മാത്രം. കുറേ പിള്ളേർ നീന്തേനും അതുപോലെ കുറേ ദിക്കിൽ നിന്ന് മീൻ പിടിക്കാനും ചൂണ്ടയിടാനും അങ്ങനെയെല്ലാം വരുന്നുണ്ട് ഇവിടെ. ഉച്ചയ്ക്ക് രാവിലെ എല്ലാം വരുന്നുണ്ട് ഇവിടെ. കുറേ പിള്ളേർ നീന്തേന എടുത്ത പിള്ളേറിനെ നീന്താൻ വരുന്നത് ഇവിടെ. അത്രയുള്ള ഗൈസ്. ബൈ. ഞാൻ എടുത്ത വീഡിയോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അതുപോലെ സബ്സ്ക്രൈബ്, ഷെയർ, അതുപോലെ സപ്പോർട്ട് ചെയ്യുക.